ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ ഉപകാരപ്രദവും ഞെട്ടിക്കുന്ന അടിപൊളി റിസൾട്ട് തരുന്ന കുറച്ച് ടിപ്സുമായിട്ട് നമ്മൾ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ടിപ്സ് ഫോർ ഡെയിലി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടുള്ളൊരു സൂത്രപ്പണി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇത്രയും ഒരു ടീസ്പൂണോളം ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഹെർബൽ ടൂത്ത് പേസ്റ്റ് അല്ല കേട്ടോ, നമ്മളിതുപോലെ കോൾഗേറ്റോ ക്ലോസപ്പ് അങ്ങനത്തെ ഹെർബൽ അല്ലാത്ത ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നിറയെ സോപ്പ് പൊടിയാണ്. അത് ഏത് സോപ്പ് പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡാപ്പൊടിയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബക്കറ്റിലോട്ടാട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കംഫർട്ടാണ്. കംഫർട്ട് അതിൻ്റെ അടപ്പുണ്ടല്ലോ, അടപ്പിലൊരു അടപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ടൂത്ത് പേസ്റ്റ് നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് അതങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അവിടെ ബാക്കി ഒരു ചെറിയൊരു സോപ്പ് കഷ്ണം ഇരിക്കേണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഇട്ടുന്നുള്ളൂ. അതൊരു കമ്പൽസറി ആയിട്ടുള്ള സംഭവമല്ല, അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന്. നമ്മുടെ അഴുക്ക് പിടിച്ച ചവിട്ടികളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ബക്കറ്റിലോട്ട് നിറയെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ചവിട്ടികളൊക്കെ അങ്ങോട്ട് മുക്കി വയ്ക്കുക. പിന്നെ നമ്മൾ തേച്ചോ ബ്രഷ് കൊണ്ടോ ഉരയ്ക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്യേണ്ട. ഇതിങ്ങനെ അങ്ങോട്ട് മുക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണികൾ വേറെ ചെയ്യാൻ പോകാം. അത് 2-3 മണിക്കൂർ അത് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ, ഒന്നും ചെയ്യേണ്ട. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വെള്ളം കളയുമ്പോൾ നമുക്ക് അതിലത്തെ അഴുക്കുകൾ കാണാം. നമ്മൾ ഈ ടൂത്ത് പേസ്റ്റും ബേക്കിംഗ് സോഡയും ഒക്കെ ഉപയോഗിച്ചേക്കണ കാരണം കൊണ്ട് അഴുക്കുകളൊക്കെ തന്നെ ഇങ്ങോട്ട് പോകുന്നോളും. നമ്മൾ നാട്ടിലുള്ള സമയത്താണെങ്കിൽ അലക്കുകല്ലുമിട്ട് ചവിട്ടി കൊട്ടി അലക്കി, ചവിട്ടി അലക്കുക എന്ന് പറയുന്നത് ഒരു ദുരിതം പിടിച്ചൊരു പരിപാടിയായിരുന്നു. ഇത് അലക്കി കഴിയുമ്പോൾ നമ്മുടെ തണ്ടലും പുറമൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഈ ചവിട്ടി അലക്കുക എന്ന് പറയുന്നത് നമുക്ക് അലക്കുകല്ലും അലക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനാണ് ആശ്രയിക്കാറ്. അങ്ങനെ മെഷീനിലിട്ട് അലക്കി നല്ലൊരു പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. കാരണം ഈ ചവിട്ടികളുടെ നൂലൊക്കെ പിടിച്ച് നമ്മുടെ മെഷീനും ബ്ലോക്കായി ആകെ ഒരു 1-1.5 പണി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ചവിട്ടി അലക്കാനായിട്ടുള്ള ടിപ്സ് നോക്കി തുടങ്ങിയത്. അപ്പോൾ ഈ ടിപ്പ് കിട്ടിയതിന് ശേഷം ഇതുപോലെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വല്ലാതെ മുഷിഞ്ഞിരിക്കണം തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ അഴുക്ക് പിടിച്ച വെള്ളം കളഞ്ഞ് ഒരു 1-2 നല്ല വെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് ലാസ്റ്റ് വാഷ് എന്ന് പറയുന്നതിൽ നമ്മൾ അതിൽ ഒരു അരമുടി കംഫർട്ടും കൂടി ഒഴിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഊരിപ്പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ചവിട്ടി നമ്മൾ ബ്രഷ് വെച്ച് ഒരക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് പുറത്തേക്ക് ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്രയും ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ചവിട്ടികൾ കൂടുതലും ഡാർക്കായിട്ട് കളേഴ്സ് എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു അഴുക്ക് പിടിക്കണതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹുക്സ് നിങ്ങൾ ആമസോണിൽ നിന്ന് എവിടെ നിന്നാണെന്ന് വെച്ചാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോട്ടെ. വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഹുക്കാണിത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഒട്ടിക്കുന്നത് ആ ഒരു ചുമരാണെങ്കിലും ടൈൽസ് ആണെങ്കിലും അതിനോട് യോജിക്കുന്ന ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ആ ഹുക്ക് അവിടെ വെച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ കിച്ചണിൽ എന്ത് വേണമെങ്കിലും ഇതുപോലെ തൂക്കിയിടാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതും നല്ലൊരു നമുക്ക് അതുപോലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കൈലുകളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനായിട്ടും നമുക്ക് ഈ ഒരു ഹുക്സ് വളരെ ഉപകാരപ്രദമാട്ടോ. അപ്പോൾ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നോക്കിയിട്ട് ഇതുപോലെ ഹുക്സ് കുറച്ചധികം വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ബാത്റൂമിലൊക്കെ നമ്മുടെ കൈ തുടയ്ക്കാനായിട്ട് നമ്മൾ ടർക്കിയൊക്കെ തൂക്കിയിടില്ലേ, അപ്പോൾ അതും നമുക്ക് ഈ ഹുക്സ് വെച്ചിട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹുക്കാണ് കേട്ടോ. അത് അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്നൊരു ടൈപ്പ് ഹുക്കാണ്. അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് വരാം. നമുക്ക് ചില പാത്രങ്ങൾ എത്ര കഴുകിയാലും സോപ്പിട്ട് കഴുകിയാലും ഒരു ചെറിയൊരു മണം, അത് മിക്കവാറും പാലിൻ്റെ പാത്രമൊക്കെ കഴുകുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു മണം നിൽക്കുക. അപ്പോൾ ആ മണം പോകാനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട സംഭവങ്ങൾ നമുക്ക് കല്ലുപ്പ്, അതുപോലെ ചെറുനാരങ്ങയുടെ തൊണ്ട്, പിന്നെ വിനെഗർ. അതിൽ നിങ്ങൾ കല്ലുപ്പ് തന്നെ എടുക്കണം കേട്ടോ. കല്ലുപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉപ്പിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടി നമ്മളിവിടെ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സും കൂടി നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. ചില പാത്രങ്ങൾ മീനൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ആ പാത്രം എത്ര സോപ്പിട്ട് കഴുകിയാലും ചിലപ്പോൾ പിന്നീട് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്മെല്ല് നിൽക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്കിത് ഈ ടിപ്പ് വെച്ചിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ല അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പാലൊക്കെ കുപ്പിയിൽ വാങ്ങുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ കഴുകിയാലും ആ മണം പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതുപോലെ ഉപ്പിട്ടു, അതുപോലെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള നാരങ്ങാത്തൊലിയും പിന്നെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് വിനീഗറും കൂടിയും ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഈ കുപ്പിയിലോട്ട് നമുക്ക് ഒഴിക്കാനായിട്ട്.
എൻ്റെ എല്ലാ ടിപ്സിലും വിനിഗർ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിനിഗർ ഇതുപോലെ വലിയൊരു ബോട്ടിലാണ് വാങ്ങിച്ച് വെക്കൽ. കാരണം എന്ത് ക്ലീനിങ് പരിപാടിക്കും വിനിഗർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് കണ്ടിട്ട് ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ച് അത് നമ്മൾ നല്ലോണം മൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ആ കല്ലുപ്പ് ആയതുകൊണ്ട് തന്നെ കല്ലുപ്പും നാരങ്ങനീരും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലോണം അങ്ങോട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് കുലുക്കി ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ കേട്ടോ. പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി കഴുകണ്ട, കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. നമുക്കിപ്പോൾ രാത്രിയിലൊക്കെ നമ്മളിതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാവിലെ ഒന്ന് ചെറിയൊരു ചൂടുവെള്ളത്തിലോ പിന്നെ സോപ്പിട്ട് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 2-3 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ തന്നെ ആ നാരങ്ങയുടെ മണവും ഒരു ഫ്രഷ് സ്മെല്ലായിരിക്കും. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്തിട്ടൊക്കെ ചെയ്തോളട്ടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളത് മറന്നു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് കല്ലുപ്പും പിന്നെ കുറച്ച് പൊടിയുപ്പും കൂടിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തു. പിന്നെ അത് ആസ് യൂഷ്വൽ വിനിഗറും ഞാൻ ഒരു 2 അടപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. കാരണം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് ആണ്. പിന്നെ അതുപോലെ കംഫർട്ടും ഒരു അരമൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ടൂത്ത് പേസ്റ്റും കൂടി ചേർക്കണം കേട്ടോ. ഞാനത് ഒത്തിരി ലേറ്റായിട്ടാണ് ചേർത്തത്, മറന്നുപോയി സത്യം പറഞ്ഞു. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്തോളൂ കേട്ടോ. ടൂത്ത് പേസ്റ്റ് എപ്പോഴും പറയണ പോലെ കുറച്ചൊരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനത് വിട്ടുപോയി ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ബാത്റൂമിലാവട്ടെ അടുക്കളയിലാവട്ടെ എത്ര കറ പിടിച്ച ചുമരിൻ്റെ ഉണ്ടല്ലോ, ഞൊടിയിടയിൽ നിങ്ങൾക്ക് ഇത് ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അത്ര റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ് കേട്ടത്. ഇപ്പോൾ കുഞ്ഞു മക്കളുടെ വീട്ടിലാണെങ്കിൽ എന്തായാലും പെൻസിലും പേനയും കളർ പെൻസിലൊക്കെ ഇട്ട് വരച്ച് ചുമരൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ആ വൃത്തികേടായിട്ടുള്ള ചുമരുകളൊക്കെ നമുക്കിത് ടപ്പേന്ന് ക്ലീനാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്ക്രബ്ബർ, പക്ഷേ ഇത് ഹാർഷായിട്ടുള്ള സ്ക്രബ്ബറല്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറാണ്. നമ്മുടെ ചുമരിലടിച്ചിരിക്കുന്ന പെയിൻറ്റ് പുട്ടി ഇതിൻ്റെ ഒന്നും ക്വാളിറ്റി നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എടുത്തിട്ട് ചുമര് ക്ലീൻ ചെയ്യുക. അതല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻ്റ് അടക്കം മൊത്തത്തിൽ ഇളകി ആ ഭാഗം മൊത്തം വൃത്തികേടാവും. അപ്പോൾ ഇതേ കണ്ടോ നോക്കി, നമ്മുടെ ആ ഭാഗം തന്നെ എന്താ പറയുക കംപ്ലീറ്റ്ലി മാറിപ്പോയി. ആ ഒരു പാട് പോലെ അവശേഷിക്കാത്ത രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ 2 ഡോട്ട് കാണുന്നുണ്ട്. അത് എന്തിട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് നമ്മുടെ റെൻ്റൽ ഹൗസ് ആയതുകൊണ്ട് ഇനി നമുക്കറിയില്ല എന്താണ് ആ പാട് വന്നേക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാ പാടുകളും അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ആ ചുമരിൻ്റെ ഗ്ലേസിങ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇനി ഒരു ലൈവ് റിസൾട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചുമരിൻ്റെ അവസ്ഥ കണ്ടോ, ഇതെന്തോ AC എന്നൊക്കെ എന്തോ അഴുക്കും വെള്ളമൊക്കെ ആയിട്ട് ആകെ ചെളി പിടിച്ചിരിക്കുന്ന ഇതാണ്. ആ ചെളി പിടിച്ചത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചു. അതാണ് ഇത് ആ കാണുന്ന വൃത്തികെട്ട ഭാഗം. അത് മഞ്ഞ പെയിൻ്റ് അടിച്ച ഭാഗത്ത് ഞാൻ കൊണ്ട് വെള്ള പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടാവാതിരിക്കില്ലല്ലോ. ആ വൃത്തികേട് മറയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അവിടെ കബോർഡ് കൊണ്ടുവച്ച് മറച്ചു വെച്ചു. കാരണം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ടിപ്പൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ടിപ്പുകളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ പെയിൻ്റ് അടിച്ചത് വല്ലാത്തൊരു മണ്ടത്തരായെന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഭാഗത്തും ഞാൻ നമ്മുടെ ആ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ക്ലീനാക്കാൻ പോവാണ്. അമർത്തി ഒന്നും ഉരയ്ക്കേണ്ട കേട്ടോ, വളരെ ലൈറ്റായിട്ട് ഒന്നൊരു പ്രഷർ കൊടുത്ത് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ, ലൈവായിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാം. എന്തൊരു പെട്ടെന്നറിയോ, ഒരു വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ കംപ്ലീറ്റ് കറയും പോയി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കുറ്റബോധം തോന്നണം. ഞാൻ ആ പെയിൻ്റ് അടിച്ച ആ ചുമര് മൊത്തം വൃത്തികേടാക്കിയത്. ഈ ടിപ്പ് ഞാൻ കുറച്ചുകൂടി മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. കണ്ടോ, ആ ഭാഗം മൊത്തം നല്ല എന്താ പറയുക പുതുപുത്തൻ പോലെയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ പേനയുടെ വരെയോ ചെറിയ മക്കളുള്ള വീട്ടിലൊക്കെ മറ്റേ കളർ പെൻസിലൊക്കെ വരച്ചിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒട്ടും പ്രഷർ കൊടുക്കാണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഈ ടിപ്പ് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ബാത്റൂമിലോ കിച്ചണിലോ ടൈൽസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി പ്രഷർ എടുക്കണ്ട കേട്ടോ. സിമ്പിളായിട്ട് ഒരു തുണി വെച്ച് ചെയ്താൽ പോലും നമുക്കിത് മാറ്റി കിട്ടും. പിന്നെ ചുമര് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയുക വാതിലിൻ്റെ പിറകിലോ ചെറിയൊരു പോർഷനിൽ മാത്രം ഒന്ന് ആദ്യം ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ ക്വാളിറ്റി പെയിൻറ്റിങ് പുട്ടി അടിച്ചേക്കണതിൻ്റെ ഒന്നും ക്വാളിറ്റി നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വാതിലിൻ്റെ പുറകിൽ ചെറിയൊരു ഏരിയയിൽ ചെയ്ത് നോക്കി സക്സസ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാ ഏരിയയിലും ചെയ്തോട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിൻ്റെ ക്വാളിറ്റി അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നല്ല ക്വാളിറ്റി പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഒന്നും ഇളകി വരില്ല, നമുക്ക് ധൈര്യമായിട്ട് ഈ ടിപ്പ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ ഭാഗം നോക്കി കംപ്ലീറ്റ് ക്ലീനായി. ശരിക്കും എനിക്ക് തന്നെ ശരിക്കും എന്താ പറയുക റിസൾട്ട് കണ്ട് ശരിക്കും ഞാൻ തന്നെ ഞെട്ടി.
പിന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു തുണി നനച്ചിട്ട് ആ ഭാഗം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ സോപ്പ് പൊടിയും ടൂത്ത് പേസ്റ്റും ഒക്കെ ചുമരുമ്പോൾ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇനി പെയിൻറ്റ് ഇളകി പോരാൻ എന്തെങ്കിലും ഇനി നാശമാവണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നനഞ്ഞ ഒരു വെള്ളത്തിൽ മുക്കി തുണി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ലാസ്റ്റ് ഒരു ഫൈനലും കൂടിയും ഞാനിത് കാണിച്ചു തരാം. റിസൾട്ട് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് വിൻഡോൻ്റെ സൈഡിലുള്ള അഴുക്ക് പിടിച്ച ചുമരാട്ടോ ഇത്. കണ്ടോ? നിങ്ങൾക്കിത് വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടോ. ലൈവ് റിസൾട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ എത്ര കാണിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ല റിസൾട്ട്. കാരണം അത് അത്രയും എഫക്റ്റീവാണ് ഈ ടിപ്പ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇതേ കണ്ടോ, ഒന്ന് അധികം പ്രഷർ എടുക്കാതെ തന്നെ നമ്മളിതേ ഉരച്ച് കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് എല്ലാ അഴുക്കും പോയി എന്നുള്ളതാണ്. അപ്പോൾ ബാത്റൂം ചുമരാവട്ടെ, അടുക്കളയിലത്തെ ടൈൽസ് ആവട്ടെ, ഇനിയിപ്പോൾ താഴെ നമ്മുടെ ഫ്ലോറിൽ എന്തെങ്കിലും കറ പിടിച്ചിരിക്കാനുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ടിപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു ആയാസം കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാസത്തിലൊരിക്കലോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് റിസൾട്ട് ഒന്ന് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ടിപ്പ് വെച്ചിട്ടും നിങ്ങളുടെ സ്റ്റെയിൻ പോകണില്ല, അത്രയും ഹാർഷായിട്ടുള്ള സ്റ്റെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുള്ളൊരു ടിപ്പും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ അത്രയും ഹാർഡായിട്ടുള്ള സ്റ്റെയിനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഈ ടിപ്പ് വെച്ചിട്ട് തന്നെ എനിക്ക് സക്സസ്ഫുള്ളായി. അപ്പോൾ ഇതിൽ സക്സസ്ഫുൾ ആവാത്തവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, കമൻറ്റ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നമ്മൾ കുറച്ചും കൂടിയും ഇഫക്റ്റീവായിട്ടുള്ള അടുത്ത ടിപ്പ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്കത് നമ്മുടെ അടുത്ത ടിപ്പ് എന്തിട്ടെന്ന് നോക്കാം. ഇത് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിലോട്ട് ഞാനിപ്പോൾ ചെറിയൊരു കപ്പിലാണ് കാണിക്കുന്നത്. നിങ്ങൾ ബക്കറ്റിലോട്ട് ഇതുപോലെ ഒരു കല്ലുപ്പ് ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കല്ലുപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് എനർജി കളയുന്നതിൽ കല്ലുപ്പിന് ഒരുപാട് എന്താ പറയുക, കല്ലുപ്പ് അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ടുള്ളൊരു കഴിവുണ്ട് കല്ലുപ്പിന്. പിന്നെ അതുപോലെ ഞാൻ വിനീഗർ, അതും ഒരു മൂടി വിനീഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കംഫർട്ടാണ് ഒരു അടപ്പിൽ ഒരു ഹാഫ് അടപ്പ് നമ്മൾ കംഫർട്ടും കൂടി ഒഴിക്കുകയാണ്. കംഫർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അത് കാണാത്തവരത് കണ്ടു നോക്കണം. ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ലിങ്ക് ഇടാം. അപ്പോൾ അതൊരു മസ്റ്റ് ട്രൈ ടിപ്പാണ്. കാരണം കംഫർട്ട് ഉപയോഗിച്ചിട്ടുള്ള ടിപ്സ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ടിപ്സാണത്. അപ്പോൾ അതെന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തുടയ്ക്കണ കോലോ തുണിയോ എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ഫ്ലോറൊക്കെ ഒന്ന് തുടയ്ക്കാം. അപ്പോൾ ഫ്ലോറിൽ ഓരോ മുക്കും മൂലയൊക്കെ ചേർത്ത് തുടയ്ക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ വിനാഗിരിയൊക്കെ വെച്ച് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെ ഈ ഉറുമ്പ്, പാറ്റ, പല്ലി അങ്ങനത്തെ സംഭവങ്ങളുടെ ശല്യമൊക്കെ നമുക്കൊരു പരിധി വരെ ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിൽ ഉപ്പിൻ്റെ ഒരു കഴിവ് അത് അപാരം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമ്മൾ വെറുതെ കണ്ടു കളഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഇനിയുണ്ട് ഉപ്പ് വെച്ചിട്ടുള്ള ടിപ്സുകൾ, അത് പുറകെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി ടിപ്പായിട്ട് വരുന്നത് വരെ ബൈ.